ഹലോ, വെൽക്കം ടു ലുക്കാച്ചൻസ് വേൾഡ്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. അതൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് ഞങ്ങൾക്ക്. ഇന്ന് 18 ഫെബ്രുവരി ആഷ് വെനസ്ഡേ ആണ്. അതുകൂടാതെ ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യലായിട്ടൊരാളുടെ ബർത്ത്ഡേ ആണ്. ഇച്ചായൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇച്ചായൻ്റെ ബർത്ത്ഡേക്ക് ഇച്ചായ ഓഫീസിൽ പോയേക്കുവാണ്. പുള്ളി ഓഫീസിലുള്ള എല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ് സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയേക്കുവാണ്. അപ്പോൾ ഒരാളിവിടെ കിടന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. ആളെ ഞാൻ മീറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, ആളെ എടുക്കാതെ രക്ഷയില്ലാന്നാണ് തോന്നുന്നത്. പ്രസന്റിങ് ടു യു ലുക്കാച്ചൻ. ഇതാണ് ലുക്കാച്ചൻ. ഇത് ലുക്കാച്ചൻ്റെ ബ്ലോഗാണ് കേട്ടോ. പക്ഷേ ഹായ് പറഞ്ഞു. സബ്സ്ക്രൈബേഴ്സ് ആരും ഇല്ലാത്ത ഒരു യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഹായ് പറയുന്നതാണ്. ഹായ്. സോ ഇതൊക്കെയാണ് ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടി വാങ്ങിച്ച സാധനങ്ങൾ. ലൂക്കാച്ചൻ ഇവിടെ ഫുള്ളെടുത്ത് ഇതവൻ തന്നെ പൊട്ടിച്ചെല്ലാം ഇട്ടേക്കുന്നതാണ്. ഇത് നമ്മൾ ബർത്ത്ഡേന്ന് എഴുതിയ ഹാപ്പി ബർത്ത്ഡേന്ന് എഴുതിയത് കാണിച്ചു തരാം. ഓക്കെ, ഇത് ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്തിടണമെന്നാണ് വിചാരിക്കുന്നത്. ആൻഡ് ഇത് ബോൺ കുംപ്ലിയാനോ, ദാറ്റ് മീൻസ് ഹാപ്പി ബർത്ത്ഡേ ഇൻ ഇറ്റാലിയൻ. ഞങ്ങൾ ഇറ്റലിയിലാണ് താമസിക്കുന്നത്. സോ ഇത് നമ്മളിവിടെ തൂക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ ലുക്കാച്ചൻ ഇപ്പോഴേ എല്ലാം തുറന്ന് ചെയ്യാൻ വേണ്ടി ഇരിക്കുവാണ്. പിന്നെ ഇത് നമ്മൾ കർട്ടൻ ആൻഡ് പിന്നെ കുറച്ച് ബലൂൺസും. ഈ കളർ നല്ല രസമില്ലേ? എനിക്ക് ഇങ്ങനത്തെ പേസ്റ്റൽ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ലുക്കാണ്. ഒരു കളർ കൂടി ഉണ്ട് കേട്ടോ. അത് ലുക്കാച്ചൻ വീർപ്പിച്ച് തുടങ്ങിയതാണ്. ഓക്കെ, അതെ. അപ്പൊ ലുക്കാച്ച നമുക്കൊന്ന് തുടങ്ങിയാലോ ഡെക്കറേഷൻസ്? അതെ, പിന്നെ അപ്പൊ ഞങ്ങൾ തുടങ്ങുവാണ് ഡെക്കറേഷൻസ്. ലുക്കാച്ച നോക്കി പൊട്ടിക്കോ? അപ്പൊ തന്നെ നീർപ്പാടാക്കുവോ? അത് ഭയങ്കര സന്തോഷായി. ഒത്തിരി സന്തോഷമായി. വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ നെയ്ബറും ഞങ്ങളുടെ ഫ്രണ്ടുമായ മിന്നുവാണ്. മിന്നുവിന്റെ അടുത്തേക്ക് ഇപ്പൊ ലുക്കാച്ചൻ പോയതാണ് നിങ്ങൾ കണ്ടത്. ഇത് കണ്ടോ? ഇത് ഇത്രയേ ഉണ്ട്. നമ്മളെ വീർപ്പിച്ച് വരുമ്പോഴത്തേനും നമ്മളെ ഇങ്ങനെ ശ്വാസം നിലത്ത് കിടക്കും. തന്നു സാർ ചെയ്തോളൂ. അമ്മേനെ കൂടെ പറ്റുമെന്ന് തോന്നില്ല ഇത്രയും വീർപ്പിക്കാൻ. മോൻ ചെയ്തോ കേട്ടോ. ലുക്കാച്ചൻ ചെയ്യുന്നോ? അവന് മനസ്സിലായി ചില പണിയുള്ള പണിയാണ്. അവൻ അത് ഇട്ടിട്ട് പോയി നൈസായിട്ട്. അവൻ അറിയാൻ ബുദ്ധിമാനാ അവൻ. ഹലോ, നമ്മുടെ യൂട്യൂബ് മുതലാളി ഉറങ്ങിപ്പോയി. ലുക്കാച്ച ഉറങ്ങിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു നമുക്ക് കുക്കിംഗ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഡിന്നറാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. ഇറ്റലിയിലെ സ്പെഷ്യൽ ഐറ്റമായ ലസാന്യ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലസാന്യ ഞാൻ ആദ്യമായിട്ടുണ്ട് ഉണ്ടാക്കുന്നത്. അത് കൂടാതെ ഞാനൊരു കേക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോൻ ഇവിടെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നത്. അവൻ ഇടയ്ക്കിടയ്ക്ക് എണീക്കാൻ നോക്കുന്നുണ്ട്. അവന് കാണിച്ചു തരാം. നമ്മുടെ യൂട്യൂബ് മുതലാളി സുഖമായിട്ട് ഉറങ്ങുവാണ്. ആൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഉറങ്ങി. അവൻ ഉറങ്ങിയ ഗ്യാപ്പിൽ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ കുക്ക് ചെയ്യാം. അങ്ങനെ പിന്നെ മിന്നു ആണെങ്കിൽ മിന്നുവിനൊരു ചെറിയ അപ്പോയിൻമെൻ്റ് ഉള്ളതുകൊണ്ട് മിന്നു പോയി. അപ്പോൾ മിന്നു ഇനി ഈവനിങ് വരും. അപ്പോൾ ബാക്കി ഡെക്കറേഷൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഡെക്കറേഷൻസ് ചെറുതായിട്ടൊന്ന് പാടി. ഞങ്ങൾ ബലൂൺ ഭയങ്കരമായിട്ട് വീർപ്പിച്ചു. ഞങ്ങളിങ്ങനെ ഇത്രയും വീർപ്പിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു നൈസായിട്ട് അങ്ങോട്ട് പൊട്ടി. അതുകൊണ്ടേ പൊട്ടിയതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടോ, ബലൂൺ പൊട്ടിപ്പോയി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ നൈറ്റ് ചായം വരുന്നതിന് മുന്നേ ഡെക്കറേഷൻസിലോട്ടേക്ക് തുടങ്ങാം. ഇപ്പം നൈസായിട്ട് കുക്കിങ് ചെയ്യാം. അങ്ങനെ സോ ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. എനിക്കറിയത്തില്ല കേക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ 2-3 യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് അപ്പം അതിൻ്റെ ഒരു ബലത്തിലാണ് ഉണ്ടാക്കുന്നത്.
പിന്നെ ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ ആഷ് വെനസ്ഡേ ആയതുകൊണ്ട് ഞങ്ങളാണെങ്കിൽ രാവിലെ പള്ളിയിലൊക്കെ പോയി. ആ വഴിയാണ് പോയിട്ട് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത്. അന്നേരം ഞാൻ വിചാരിച്ചു വേറൊരു കേക്കും കൂടെ ഒരെണ്ണം വാങ്ങിച്ചാലോ, ഇതെങ്ങാനും പാളിയെ നൈസായിട്ട് അത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ. പിന്നെ ഈ തോട്ട് ഓക്കെ ഇറ്റ്സ് ഫൈൻ, എന്താണെങ്കിലും കുഴപ്പമില്ല, കഴിക്കാം. അങ്ങനെ ഇത് ഞാൻ ഇച്ചായന് വേണ്ടി വാങ്ങിച്ച ഫ്ലവറാണ് കേട്ടോ. ഐ മീൻ ഫ്ലവർ അല്ല, പ്ലാന്റ്, ഐ എം സോറി. ഇത് സ്പൈഡർ പ്ലാന്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നമ്മൾ ഇവിടെ മൂഫയൊക്കെ, അതെന്ന് വെച്ചാൽ മൂഫ എന്ന് വെച്ചാൽ ഈർപ്പം വലിക്കുന്ന പ്ലാന്റാണ്. ഇവിടെ ഇറ്റലിയിലായതുകൊണ്ട് ഇപ്പോൾ വിൻ്ററും കൂടി ആയതുകൊണ്ട് നല്ല നല്ല ഇങ്ങനെ മോയ്സ്ചറുണ്ട്. അപ്പം അത് വലിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്റാണ്. ഇച്ചാനുള്ള ഗിഫ്റ്റ് ആണെങ്കിലും ഇത് എനിക്ക് സ്വന്തം വാങ്ങിച്ച മാതിരിയാണ് ഏകദേശം. എനിക്ക് കുറച്ച് പ്ലാന്റ്സിനോടൊക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആളാണേ. ഇതൊക്കെയാണ് ഞാൻ രാവിലെ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന ഐറ്റംസ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, അതിൻ്റെ ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്ലേവേഴ്സ്, ലെമണും വാനിലയും. ആൻഡ് ഇതാണ് പൊടി. ഇതിനകത്ത് ഇവർ ഓൾറെഡി ഇറ്റാലിയനിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ ഇതിനകത്ത് എഴുതിയേക്കുന്ന രീതിയിലാണ് ചെയ്യാൻ പോകുന്നത്. അവർ കറക്റ്റ് എഴുതിയിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. സോ അപ്പോൾ ഇതെനിക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കേ, ആൻഡ് ഫസ്റ്റ് കേക്ക് ഉണ്ടാക്കാം. അതിന് ശേഷം ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ലസാന്യയാണ്. ലസാന്യ എന്ന് പറയുന്നത് ഒരു ഇറ്റലി ഈസ് ഫേമസ് ഫോർ പിസ്സ ആൻഡ് പാസ്ത. സോ ഇറ്റലിക്കാരുടെ ഫേമസ് പാസ്തയാണ് ലസാന്യ. ഇവരെന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അന്നേരം ഉണ്ടാക്കുന്ന പാസ്തയാണ് ലസാന്യ. ആൻഡ് ലസാന്യയുടെ ഒപ്പം ഇറ്റലിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു നൈസ് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റാർട്ടർ ഉണ്ടാവും, പിന്നെ പ്രീമി പിയാത്തി എന്ന് പറയും, ഫസ്റ്റ് കോഴ്സ് സെക്കൻഡ് കോഴ്സ്. ഫസ്റ്റ് കോഴ്സായിട്ട് ഇവർ പാസ്തയൊക്കെ കൊടുക്കും, സെക്കൻഡ് കോഴ്സായിട്ടാണ് ഇവർ മീറ്റ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ്, അങ്ങനെ ഗ്രില്ല് ചെയ്ത ചിക്കനോ ഫിഷോ അല്ലെങ്കിൽ നമ്മുടെ പോർക്കോ അങ്ങനെയൊക്കെയാണ്, ബീഫ് അങ്ങനെയൊക്കെ, അത് സെക്കൻഡ് കോഴ്സാണ്. അപ്പം ലസാന്യ, അപ്പം ഞാനതൊരു ഇറ്റാലിയൻ സ്റ്റൈലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇറ്റാലിയൻ സ്റ്റൈലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് പാസ്ത, സെക്കൻഡ് കോഴ്സ് ഞാൻ പൊള്ളോ കോൺ ലാത്തെ, ദാറ്റ് മീൻസ് ചിക്കൻ വിത്ത് മിൽക്ക്. അതായത് ഇങ്ങനെ ചിക്കൻ കുറച്ച് ക്രീമി ആയിട്ടുള്ള ക്രീമി ചിക്കൻ അങ്ങനെ പറയാം നമുക്ക്. എനിക്കറിയത്തില്ല, ഐ ആം നോട്ട് എ കുക്ക്, എനിക്കറിയത്തില്ല ഇത് കറക്റ്റൊക്കെ എങ്ങനെയാണോ പറയുന്നതെന്ന്. വല്ല ഷെഫുമാരൊക്കെ എന്തെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ വല്ല ഷെഫുമാരും കാണാൻ ഇടയാവുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്കറിയത്തില്ല കേട്ടോ. സോ അപ്പം ഇപ്പം നമുക്കെന്നാ കേക്ക് തുടങ്ങാം. ഞാനപ്പം ഇത് പോയി ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ. ബൈ, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് വരാം. എൻ്റെ പണി നൈസായിട്ടൊന്ന് പാളി. ആക്ച്വലി ഇത് നേരത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിരുന്നു. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോഴേ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടായിരുന്നു. ബിക്കോസ് ദേ ആർ സെയിങ് നമുക്ക് വിപ്പിംഗ് ക്രീം വേണമെന്ന്. ആൻഡ് ഞാനത് വാങ്ങിച്ചിട്ടില്ല. ഞാനത് ആദ്യമായിട്ടുണ്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് വിപ്പിംഗ് ക്രീം ഇല്ലാതെ ഉണ്ടാക്കാം. കേക്കായിട്ട് തന്നെ വന്നാൽ മതിയായിരുന്നു. പിന്നെ ഒരു പൊടി, ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ബേക്കിംഗ് സോഡ. ഓക്കെ, സോ ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്നത് 3 eggs ഇടണം, വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണം, ആൻഡ് ഇത് ഇടണം എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ഡു കുറച്ച് പാല് ഒഴിച്ച് മുട്ടയും പാലും പിന്നെ ഇതും ആഡ് ചെയ്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് പതിയെ എൻ്റെ ബൗളിലോട്ടേക്ക് മാറ്റാം. ഓക്കെ, സോ നമുക്കിതിങ്ങനെ ബൗളിലോട്ടേക്ക് മാറ്റാം. ആൻഡ് മുട്ട എടുക്കട്ടെ. മുട്ട എവിടെ വെച്ച മുട്ട എവിടെ കൊണ്ട് വെച്ചു? ഓക്കെ, ഇതാണ് മുട്ട. സോ ഇറ്റാലിയനിൽ മുട്ടയ്ക്ക് ഊവോ എന്ന് പറയുന്നത് കണ്ടോ, ഊവോ. സോ നമുക്ക് മുട്ട എടുക്കാം. നമുക്ക് ഇവിടെ
നമുക്കിങ്ങനെ തുറക്കാൻ വേണ്ടി അവരിട്ടിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലോട്ടെ നമുക്ക് അത് അങ്ങനെയൊന്നുമല്ലാതെ നമ്മൾ സാധാരണ രീതിയിലൊക്കെ തുറക്കാം. ചെയ്യാം. 2 3 3 മുട്ട എടുത്തു. ബാക്കി നമുക്കിങ്ങ് തളിലേക്ക് വെക്കാം. പിന്നെ വെക്കാം. ഓക്കെ. മറ്റേ ഈശ്വര ഭഗവാനെ മിന്നിച്ചേക്കണേ. അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാക്കുമ്പോൾ അത് ചിലപ്പോൾ നന്നായിട്ട് വരുവേ. രണ്ടാമത് ഇതേ സാധനം ഉണ്ടാക്കുമ്പോൾ അത് ഫ്ലോപ്പായി പോകും. ആൻഡ് അങ്ങനെ ഒരു തിയറി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നടക്കാറുള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ സാധനം നന്നാവുമെന്നാണ്. രണ്ടാമത് ഉണ്ടാക്കുന്നതായിരിക്കും ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ്. ഓക്കെ, നമ്മൾ 3 മുട്ട പൊട്ടിച്ച് വെച്ചോ. ഇനി നമുക്ക് അല്ല, ഈ മുട്ട ബീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ തെറ്റ് ചെയ്യാനല്ല. ഒന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ. നമുക്ക് മുട്ട ജസ്റ്റ് ഇതൊന്നാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമല്ലോ. ഇനി ഇത് ഞാൻ മിക്സിക്കകത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും. ഇടയ്ക്ക് പോയിട്ട് എനിക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് മുന്നേ ഒരു വീഡിയോ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്നും കൂടെ നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയിട്ട് വന്നിട്ട് കാണാം. ബൈ ബൈ. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നു. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് നോട്ടൊക്കെ എഴുതിയിട്ടാണ് വന്നേക്കുന്നത്. തിരിച്ചു കാണിച്ചു തരാം. കണ്ടോ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. സോ ദാറ്റ് നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്നാൽ പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അത് നോക്കണ്ടല്ലോ. ഇച്ചിരി മറവിയുടെ അസുഖമുള്ള ആളാണേ. സോ ഇപ്പം ഞാൻ കണ്ട വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഹോട്ട് മിൽക്ക് കേക്കിൻ്റെ ഇതാണ്. അപ്പം ഞാൻ അന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അതിന് ഇത് മുട്ട പക്ഷേ അതിനകത്ത് 2 എണ്ണം മതി എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ പക്ഷേ ഇതിനകത്തുള്ള രീതിയിൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം അത് കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് ആദ്യം നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്യണം. അങ്ങനെ ഇങ്ങനെയാണ് ഇവിടെ ഇതിനകത്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസിലുള്ള ഓവനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എൻ്റെ കേക്കിൻ്റെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഇതിൽ ലൈറ്റ് ഇടട്ടെ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒരു 180 ആണ് അവർ പറഞ്ഞത്. ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ടൈം 3:05. ഓക്കെ, അപ്പം അതനുസരിച്ച് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്ക് എൻ്റെ ഇതിനകത്തേക്ക് ഈ എഗ്ഗിനകത്തേക്ക് വാനില എസൻസ് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റെ വാനില എസൻസ് ആൻഡ് ഇത് ഞാൻ 2 ഇതുണ്ട്. അപ്പോൾ നമുക്ക് 1 എടുക്കാം. 1 ടീസ്പൂണും. പിന്നെ എൻ്റെ ഇതിനകത്തും വാനില ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ബിക്കോസ് ഇതിനകത്ത് ഷുഗർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് നമുക്ക് റെഡി ടു കുക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ഷുഗറും വാനില എസൻസും ഒക്കെ ഉണ്ടാവും. അപ്പം അതെന്നാന്നൊന്ന് നോക്കട്ടെ. ഈ പൊടിയുടെ ഒരു അവസ്ഥ എന്നാണെന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. വെറുതെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിനകത്ത് നല്ല വാനില എസൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വാനില ഇടുന്നില്ല. ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വാനില എസൻസ് ആയിപ്പോവും. അത് നമുക്ക് പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. സോ അതിനകത്ത് ഷുഗറും ഉണ്ട്. അപ്പോൾ നമുക്ക് വാനില എസൻസ് വേണ്ട, ഷുഗർ വേണ്ട. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്നാൽ ഇതൊന്ന് മിക്സിക്കകത്തിട്ട് ബീറ്റ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഇതെടുത്തിട്ടാട്ടാ.
ഓക്കേ, ഇതിനകത്തേക്ക് നമുക്കിതൊഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. എൻ്റെ പുത്രൻ ഇപ്പം എണീക്കുമെന്നാ തോന്നുന്നത്. ഈശ്വര, അവൻ എണീക്കുമോ? ദൈവമേ കർത്താവേ, നീ കാത്തോണേ. കൊച്ചൻ എണീക്കുമെന്നറിയില്ല, പക്ഷെ എനിക്ക് മിക്സ് ഇട്ടേ പറ്റത്തുള്ളൂ. ഈശോയെ, മിക്കവാറും എണീക്കും കേട്ടോ. തീരുമാനമായി. എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന കാര്യത്തിലൊരു തീരുമാനമായി. നല്ല ഉറക്കമാണെങ്കിൽ അവൻ എണീക്കത്തില്ല, കള്ള ഉറക്കമാണെങ്കിൽ അവൻ എണീക്കും. നോക്കാം അവൻ കള്ള ഉറക്കമാണോ നല്ല ഉറക്കമാണോ. എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ആൾ നല്ല ഉറക്കമാകാനാണ് ചാൻസ്. കാരണം ആൾ കുറച്ച് നന്നായിട്ട് അധ്വാനിച്ചായിരുന്നേ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടേ. ഓക്കേ, ദൈവം അനുഗ്രഹിച്ച് എൻ്റെ പുത്രൻ എണീറ്റില്ല. നോക്കട്ടെ, ഒന്ന് പോയി നോക്കട്ടെ. അവനെ നല്ല ഉറക്കം. ആളൊത്തിരി കഷ്ടപ്പെട്ടായിരുന്നേ. രക്ഷപ്പെട്ടു. ഇപ്പം എനിക്കിപ്പോഴത്തേനും എനിക്ക് പാലാക്കി വെക്കണം. ഇവരിപ്പോൾ 1 വയസ്സ് കഴിഞ്ഞുകൊണ്ട് നമ്മൾ പശുമ്പാലാണ് കൊടുക്കുന്നത്. ഫീഡ് ചെയ്യുന്നുണ്ട്, പശുമ്പാലാണ് കൊടുക്കുന്നത്. അപ്പം എണീക്കുമ്പോഴത്തേനും കുട്ടിക്ക് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. എണീക്കുമ്പോഴത്തേനും കുട്ടിക്ക് വിശപ്പായിരിക്കും. അപ്പം അവനുള്ള പാലും കൂടെ ആക്കി വെക്കണം. ചിലപ്പോൾ ആ പാൽ കൊടുക്കുമ്പോഴത്തേനും അവൻ ഒന്നും കൂടെ ഒരു റൗണ്ടും കൂടെ ഉറങ്ങും. ഇങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബൗളിലോട്ടേക്ക് ഇത് ഒഴിക്കാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡാ. ഞാൻ ആക്ച്വലി കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും എക്സൈറ്റഡ് എന്തുണ്ടാക്കാനാണെന്ന് അറിയാമോ? ലസാന്യ. കേക്കിനേക്കാളും എനിക്ക് കുറച്ചും കൂടി എക്സൈറ്റ്മെൻ്റ് ഉള്ളത് ലസാന്യ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരെണ്ണോ എന്താണെന്നറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഒരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കുന്നു. ഇവിടെ വെക്കട്ടെ. ഞാൻ വന്നല്ലോ. ഇനി നമുക്ക് വീണ്ടും എന്താ ചെയ്യാൻ പോണ്ടേ? അയ്യോ, എഴുതി വെച്ചത് കാര്യമായില്ലെങ്കിൽ ഞാൻ മറന്നുപോയി നിന്നെ ചെയ്യട്ടെന്ന്. ഓക്കെ, ഹോട്ട് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ഇതൊക്കെ നമുക്ക് കഴുകാൻ വെക്കാം. ഹോട്ട് മിൽക്ക് കേക്ക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? പാൽ ചൂടാക്കണം. ഞാൻ വന്നല്ലോ. നല്ല രസം എടുക്കുന്നത് വീഡിയോ എടുത്തോണ്ട് കുക്ക് ചെയ്യാൻ. നമ്മൾ ഫ്രിഡ്ജിൽ പോയിട്ട് പാലെടുക്കട്ടെ. ബട്ടറും കൂടി എടുത്തേക്കാം ഫ്രിഡ്ജിൽ. ബട്ടറും ഇടുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, മിൽക്ക് 1/2 കപ്പ്, 50 ഗ്രാം ബട്ടർ. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഹീറ്റ് ചെയ്യും. അപ്പം നമുക്ക് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാം. മിൽക്ക് കപ്പൊക്കെ എടുത്ത്. ഓക്കെ, കപ്പിൽ നമ്മൾ 1/2 കപ്പ്. ഓക്കെ, സാരമില്ല, ഇച്ചിരി കൂടുതലിരുന്നോട്ടെ, ആ കുപ്പി തീരുമല്ലോ. ഓക്കെ, 1/2 കപ്പ് ഫൈൻ. ഓക്കെ, 1/2 കപ്പ് പാല് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ച് എൻ്റെ റെസിപ്പി ഇവിടെ നിന്ന് മാറ്റട്ടെ, ഇല്ലെങ്കിൽ റെസിപ്പി ചിലപ്പോൾ കത്തിപ്പോവും. നമുക്ക് ചൂടാക്കിയിട്ട് ഇതും ചിലപ്പോൾ കത്തും. സോ ഇനി നമുക്ക് ചൂടാക്കിയിട്ട്
അത് ചൂടായി വരുമ്പം അതിനകത്തേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ പാല് ചൂടാക്കാൻ വെച്ചു. ഓക്കെ, പാല് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്തേക്ക് എടുപ്പ് രണ്ട് റെസിപ്പി ആവട്ടെ. പാല് ചൂടായി വരുമ്പോൾ 50 ഗ്രാം ബട്ടർ. കോമഡി ആയിരിക്കും. എനിക്ക് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആരും ഇല്ലാത്തതുകൊണ്ട് പേടിക്കണ്ട, എന്ത് ദിവസം വേണമെങ്കിലും കാണിക്കാം. ഇത് ഞാൻ എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടി സേവ് ചെയ്യുന്ന. ഞാൻ യൂഷ്വലി നിങ്ങൾക്കറിയായിരിക്കുമല്ലോ, സിന്ധു കൃഷ്ണ മാമിൻ്റെ വീഡിയോസ് കാണാറുണ്ട്. ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് 25 ഇങ്ങനെ സ്കെയിലുണ്ട്. ഉപകാരമായില്ലേ? അപ്പോൾ 25 സ്കെയിലാണ് ഞാൻ തിരിച്ച് കാണിച്ചത്. കണ്ടോ, 25. അപ്പം നമുക്ക് ഈസി ആയല്ലോ 50 ഗ്രാം എടുക്കാൻ വേണ്ടിയിട്ട്. ബ്ലേഡായിപ്പോൾ അല്ലേ? ക്യാമറ ബ്ലേഡായിപ്പോൾ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായില്ലേ? അതുകൊണ്ട് നമുക്ക് 50 ഗ്രാം ബട്ടറും കൂടി ഇടാം. അയ്യോ, എൻ്റെ സ്കെയിൽ. ഓക്കെ, ഇനി ഞാൻ പൊളിക്കാം. പൊളിഞ്ഞടങ്ങാതിരുന്നാൽ മതിയായിരുന്നു. പൊളിക്കുന്നൊക്കെ കൊള്ളാം, പൊളിഞ്ഞു ഒടുങ്ങാതിരുന്നാൽ മതി. നമുക്ക് പുറത്ത് വെച്ചിട്ടെടുക്കാം. കണ്ടോ, പുറത്ത് വെച്ചിട്ട് നമുക്ക് മിക്സ് பண்ணலாம். നല്ല രസമില്ലേ? ആഹാ, എന്ത് രസം! എത്ര മനോഹരമായ ആചാരങ്ങൾ. അത് ചൂടായി വരട്ടെ. ഇതാണ് കേട്ടോ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്തത്. ഇത് കഴിയുമ്പോൾ എനിക്കൊരു യൂട്യൂബ് വീഡിയോ ചാനൽ യൂട്യൂബ് വീഡിയോ കൂടി കാണാം, ഇതിൻ്റെ ഇടയ്ക്കുള്ള ക്രീം എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഓക്കേ, എവിടെ പോയി എൻ്റെ റെസിപ്പി? നോക്കട്ടെ, ബാക്കി പരീക്ഷയ്ക്ക് പോലും ഇങ്ങനെ എഴുതി പഠിച്ചിട്ടുണ്ടാവത്തില്ല. ഇനി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, സാൾട്ട്. അതൊക്കെ ഞാൻ കപ്പൊന്നുമല്ല, എനിക്ക് ഇവർ തന്നേക്കുന്ന ആ സാധനം ഈ പാക്കറ്റ് അങ്ങനെ അത് തന്നെ ഇടും. ഇത് മാറ്റട്ടെ, ഇവിടുന്ന് വാഷ് ബേസിലോട്ടേക്ക് പോട്ടെ. ഇത് അങ്ങനെ തന്നെ ഇടും. ആൻഡ് ഈ ബേക്കിംഗ് സോഡയും അവർ തന്ന അത്രയും തന്നെ ഇടും ഞാൻ. നിങ്ങളുടെ പാല് തിളച്ചു, ഇനി നമുക്ക് അതിനെ ഓഫാക്കി വെക്കാം. അത് ചൂടോടെ ഇരുന്നോട്ടെ എന്നാണ് എൻ്റെ പറഞ്ഞത്. അപ്പോൾ ചേച്ചി പറഞ്ഞത് അതേമാതിരി കേട്ടിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങും. ഇതെല്ലാം ഒരു എന്താ പറയുക, മിക്സിങ് ആണ്. അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച് എൻ്റെതായ കുറച്ച് എല്ലാം കൂടി അവസരം കുളമാവാതിരുന്നാൽ മതിയായിരുന്നു എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഇനി മിക്സ് ചെയ്യാം. കുറച്ചിട്ട് മിക്സ് ചെയ്യാവേ. എൻ്റെ മിക്സർ എടുക്കട്ടെ. എൻ്റെ മിക്സർ എടുത്തു. ആക്ച്വലി ഇതിനകത്ത് കുറച്ച് ഉപ്പിടാം, കാരണം എത്ര മധുരമുള്ള സാധനം ഉണ്ടാക്കിയാലും ഒരു പൊടിക്ക് ഉപ്പ് ചേർക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ബാലൻസ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിടാം. ഓക്കെ, ഇനി നമുക്ക് സകല ദൈവങ്ങളെയും വിളിച്ച് അങ്ങ് പരിപാടി തുടങ്ങാം. സോ ഞാനത് പിന്നെ അതിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുവാണേ. കുറച്ചിട്ട് മിക്സ് ചെയ്ത് വരാം. ഇതിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് വാനിലയുടെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. വാനിലയ്ക്ക് അല്ലെങ്കിൽ നല്ല സ്മെല്ല്. എനിക്കറിയത്തില്ല, ചിലർക്ക് ഇഷ്ടമായിരിക്കത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൂക്കാച്ചൻ ഉറങ്ങി സഹകരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ പരിപാടി നടക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി കൂട്ടി വെച്ചിട്ട് പോകേണ്ടി വന്നേനെ. ഞാൻ ആക്ച്വലി ഇതിനകത്ത് എനിക്ക് ബേക്കിംഗ് സോഡ ഉണ്ടാവും അറിയാതെ ഞാൻ അല്ലാതെ ബേക്കിംഗ് സോഡ വാങ്ങിച്ചായിരുന്നു. കമ്പനിക്ക് നഷ്ടം.
സാരില്ല, കമ്പനി മുതലാളി പിന്നെ റിച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല. കമ്പനി മുതലാളി അറിയണ്ട പാവം. കുടുംബഭാരം താങ്ങാതെ പുള്ളി ശനിയാഴ്ച വരെ പണിക്ക് പോയി തുടങ്ങി. പ്രാരാബ്ദങ്ങളുടെ കഥയാണ്. ഇനി നമുക്ക് നമ്മുടെ ബേക്കിംഗ് പൗഡറും കൂടെ ആഡ് ചെയ്യാം. തൂരും ഞാൻ ആക്ച്വലി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ബിക്കോസ് എനിക്കറിയത്തില്ല ഇത് അത് തന്നെയാണോന്ന്. അത് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ എൻ്റെ കെട്ടിയോ ഞാൻ എന്നുണ്ടാക്കി കൊടുത്താലും പറയും ഓക്കെ അത് ശരി കൊള്ളത്തില്ല എന്ന്. ഏതെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ പുള്ളി കഴിച്ചോളും, ഒട്ടും നിവൃത്തിയില്ലെങ്കിൽ പുള്ളി കഴിക്കത്തില്ല. ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കി കൊടുത്ത ബ്രേക്ക്ഫാസ്റ്റ് പാളിപ്പോയി. അവക്കാഡോ നമ്മൾ ചൂടാക്കരുത്. മീൻസ് ഞാനാണെങ്കിൽ ബ്രെഡ് ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അതിതൊരു കാണിച്ചില്ലല്ലോ. എന്തൊക്കെയായി വരുന്നുണ്ട്. ആൻഡ് അതൊക്കെ മിക്സ് ചെയ്തിട്ട് അതിലോട്ടേക്ക് ഞാൻ പാലും ആ ബട്ടറും കൂടി ഉള്ളതും കൂടി ഒഴിച്ചു. കണ്ടോ, കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യാനായിരുന്നു. ഒരു ആവേശത്തിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു പോയി. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്യട്ടെ. എൻ്റെ വല്ലാത്തൊരു ആവേശത്തിന് ഞാൻ ആ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇതിൽ അങ്ങോട്ട് കുറച്ച് കൂടുതൽ ഒഴിച്ചു പോയി. ഓക്കെ, ലൂക്കാച്ചി ഉറങ്ങുന്നതുകൊണ്ട് ഇത്ര കൂളായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നേ. അല്ലെങ്കിൽ മിക്ക അമ്മമാരും അങ്ങനെ ആയിരിക്കുമല്ലോ, മക്കൾ ഉറങ്ങുമ്പോഴായിരിക്കുമല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അവർ ഒരു സമയത്ത് കൂടുതൽ കിടന്ന് ഉറങ്ങിയാൽ അതും നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ പോയി കുത്തിപ്പോകും അവരെ. ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. നല്ല രസം, ഭയങ്കര സാറ്റിസ്ഫൈ. കണ്ടോ, ഇത് ഓക്കെ ആവുമെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു ലുക്കൊക്കെ കണ്ടിട്ടാ ഓക്കെ ആവും. ഓക്കെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമ്മൾ പഠിക്കത്തുള്ളൂ. നമ്മൾ ചെയ്യാതിരുന്ന അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കത്തില്ല. സോ ചെയ്ത് നോക്കുക. മിസ്റ്റേക്സ് ആർ ഹ്യൂമൻ എന്ന് പറയുന്നത് മാതിരി. അങ്ങനെ ഇപ്പം ചെയ്യുമ്പം അടുത്ത പ്രാവശ്യം വിൽ നോ എന്തൊക്കെയാണ് മിസ്റ്റേക്സ്. പിന്നെ അത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം ഇതിൽ നന്നായിട്ടുണ്ടാക്കാം. സോ എൻ്റെ ബാറ്റർ തയ്യാറായി. അവരെന്നോട് പറഞ്ഞായിരുന്നു നമ്മൾ ആദ്യമേ നമ്മുടെ ആ സാധനം പ്രിപ്പയർ ചെയ്ത് വെക്കണം എന്ന്. ഞാനതൊന്നും പ്രിപ്പയർ ചെയ്തില്ല. ഓക്കെ, ബാറ്റർ തയ്യാറായ സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ ബൗൾ പ്രിപ്പയർ ചെയ്യാം. ഇതിൽ ബട്ടറും മറ്റേ ബട്ടർ പേപ്പർ ഇടും. പക്ഷേ പേപ്പർ എൻ്റെ അടുത്തില്ല. ബട്ടർ പേപ്പർ ഞാൻ വാങ്ങിച്ചില്ല. സാരമില്ല, നമുക്ക് ഇത് വെച്ച് ചെയ്യാം. ഓക്കെ, ആക്ച്വലി 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ പറഞ്ഞ സാധനം ഞാൻ 20 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് തുറന്ന് വെച്ചേക്കാം. പുകയൊക്കെ വരുന്നുണ്ട്. എനിക്കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തോളൂ. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ബട്ടർ എടുത്തിട്ട്, ഇറ്റാലിയനിൽ ബട്ടറിൽ ബൂറോ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷുമായിട്ട് സിമിലർ ആകട്ടോ ഇറ്റാലിയൻ. സോ ഇറ്റാലിയൻ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. നമുക്ക് ബട്ടറിലേക്ക് ഇച്ചിരി നന്നായിട്ട് ഞാൻ തേച്ച് വെച്ചേക്കാം. ബിക്കോസ് എന്താണ്, ഞാൻ മറ്റേ ആ പേപ്പർ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് സൈഡിലൊക്കെ തേച്ച് വെച്ചേക്കാം. കുറച്ചൊന്ന് ഇരിക്കട്ടെ, അവസാനം ബട്ടർ കേക്ക് ആവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിനകത്തേക്ക് ഇടാം. അത് തിരിച്ച് വീഡിയോ എടുക്കേണ്ടതായിരുന്നു. ബാറ്റർ ഇത് മാറ്റട്ടെ.
ഞാൻ കുറച്ച് ഒഴിച്ചു. ഇത് രസമുണ്ടല്ലേ? സക്സസ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കെന്തോ ഒരു ചെറിയ പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട് സക്സസ് ആവുമെന്ന്. അങ്ങനെ അതെല്ലാം ഞാൻ ഒഴിച്ചു. ഇനിയാ ഇതിൽ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് കണ്ടോ ബബിൾസ് കണ്ടോ? ബബിൾസ് കണ്ടോ? ബബിൾസ് അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കണം. ലെറ്റ് മീ ഡു ദാറ്റ്. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ. അപ്പം ഞാൻ ശരി കേട്ടോ, ബബിൾസ് പോകുന്നുണ്ട് കേട്ടോ. ഈ തട്ടല് മിക്കവാറും കച്ചറടിക്കുന്നത്. ഒന്നാമത് തട്ടല് ഞാനോട് തട്ടുന്നുണ്ട്. ബബിൾസൊക്കെ പോകാൻ പോട്ടെ. പോവാത്ത ബബിൾസിൽ കുത്തി പിടിച്ചിടുന്നുണ്ട്. അങ്ങനെ പോകാൻ പോട്ടെ. ഓക്കെ, മതി. അധികം തട്ടി എൻ്റെ കൊച്ചു പണിക്കും. ഇനി നമുക്കിത് ഓവനിലോട്ടേക്ക് വെക്കാം. ഓവനിലോട്ടേക്ക് വെക്കുന്നതിന് മുന്നേ ഞാനൊരു വൈറ്റിലായിട്ടുള്ള സാധനം കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടു. എന്തുവാ ഇത്? ഞാൻ കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിട്ടു. ഇനി അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വരുക. അതെനിക്ക് അതിനകത്താണ് അവർ എഴുതിയേക്കുന്നത്. ഇതിൽ 160 ഡിഗ്രിയിലാണ്. പ്രീസ്ക 160 അവർ പറഞ്ഞേക്കുന്നത്. ഇതിൽ 60 മിനിറ്റാണ് കുക്ക് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അവരതിനകത്ത് 40 മിനിറ്റ് ആവട്ടെ. നമുക്കിത് 40 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഐശ്വര്യമായിട്ട് നമുക്ക് ചേച്ചി പറഞ്ഞ എത്രയാ? ഓക്കെ, അല്ല ഇപ്പം എത്രതിലാണ് വെക്കേണ്ടത്? ഞാനത് നോക്കിയിട്ട് വരട്ടെ. ഓക്കെ, ബാക്ക്. എന്നെ സംബന്ധിച്ചാൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ്. ഞാൻ കണ്ട വീഡിയോ ഏത് യൂട്യൂബ് ചാനലാണെന്ന് വെച്ചാൽ വീണാസ് കറി വേൾഡ്. ആ ചേച്ചിയുടെ ഹോട്ട് മിൽക്ക് കേക്കാണ്. പക്ഷേ ഞാൻ ചേച്ചി പറഞ്ഞ അളവൊന്നും അല്ല എടുത്തേക്കുന്നത്. ഞാൻ ഇതിനകത്തുള്ള അളവാണ് എടുത്തേക്കുന്നത്. സോ അതിന് ഞാൻ വെച്ചു. ആൻഡ് ഇനി നമുക്ക് എന്ത് ചെയ്യാം? 180 ഡിഗ്രി സെൽഷ്യസിൽ 180 ഡിഗ്രി സെൽഷ്യസ്. ഉണ്ടമ്മോ അതിൽ മൊത്തം എന്ത് പൊടിയാണ്. അതുകൊണ്ട് ഞാനത് ആദ്യം കാണിക്കുന്നില്ല. ഇനി നമുക്ക് 40 മിനിറ്റ് വെക്കാം. ഓക്കെ, ഇറ്റ്സ് 3:30 now. അപ്പോൾ ഇനി കേക്കിൻ്റെ കാര്യം കഴിഞ്ഞു. കേക്കിന് പിന്നെ ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റേ ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെ. ഒഴിച്ചോടോ, ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇടാൻ വിട്ടുപോയി. അത് നമുക്ക് ഡെക്കറേഷനിൽ കൊടുക്കാം. അതൊക്കെ ഇനി നമുക്ക് 40 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇതിവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ലസാന്യയിലോട്ടേക്ക് തുടങ്ങാം. ഓക്കെ, എല്ലാം ഞാൻ വീഡിയോ കണ്ടിട്ടാണ് ചെയ്യുന്നത്. ലസാന്യൻ്റെ വീഡിയോയും കൂടെ ഞാൻ പോയി കണ്ട് നോട്ട് ചെയ്ത് വെക്കട്ടെ. ചിക്കൻ എടുത്ത് പുറത്ത് വെക്കാം. ഇതാണ് എൻ്റെ സെക്കൻഡ് കോഴ്സിനുള്ള ചിക്കൻ. അതിനെടുത്ത് പുറത്ത് വെക്കാം. അപ്പോഴത്തേനും ലസാന്യൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് പിന്നെ ചിക്കൻ ചെയ്യാം. ഓക്കെ, ഐ ഷോ യു ദ ഇൻഗ്രീഡിയൻസ്. നമുക്ക് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാതെ ലസാന്യയുടെ ഷീറ്റ് കാണിച്ചു തരാം. ഓക്കെ, this is lasagna fresche all'uovo. ഇത് തുറക്കുമ്പോൾ കാണിച്ചു തരാവേ. ഇതോ ഇങ്ങനെ ഇരിക്കും ലസാന്യ. വേണ്ട, സൂപ്പറല്ലേ? ഓക്കെ, ഇത് ലസാന്യ ഷീറ്റ്സ്. ഇത് മൊസറല്ല ചീസ്, ചെഡാർ ചീസ്
And Italy is famous for one cheese. That is our one and only Parmigiano. ഇതാണ് നമ്മൾ മുകളിൽ ഇടുന്നത്. പർമിജാനോ ഷ്രെഡ് ചെയ്തിട്ടാണ് ഇടുന്നത്. സോ ഇന്നലെ ഞാൻ ഇറ്റാലിയൻ ക്ലാസ്സിന് പോയപ്പം അവിടുത്തെ ഞങ്ങളുടെ മാമിൻ്റെ പേരാണ് ബാർബറ. മാം ആണ് പറഞ്ഞത് പർമിജാനോ ഈസ് വെരി ഫേമസ് ഇൻ ഇറ്റലി. ഇറ്റലിയുടെ പ്രൊഡക്റ്റാണിത്, പർമിജാനോ എന്ന് പറയുന്ന ചീസ്. മാം പറഞ്ഞത് കേട്ടോ ഇന്നലെ. സോ ഇതിനൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമുക്കെന്നാ ചെയ്യാം, നമുക്ക് ലസാനയുടെ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, ബൈ. ഞാൻ ലസാനയുടെ വീഡിയോ കൊണ്ട് നോട്ട് എഴുതിയിട്ട് വരാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരാൾ എണീറ്റിട്ട് ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളമാണ്. നമ്മുടെ യൂട്യൂബ് മുതലാളി, അതുകൊണ്ട് നമ്മുടെ യൂട്യൂബ് മുതലാളി എണീച്ചു. മുതലാളി എണീറ്റപ്പോൾ തൊട്ട് കരച്ചില്ല. കുട്ടികളെല്ലാം ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോഴത്തേനും ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് എണീക്കുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഷ്ടകാലം. അവർ ഭയങ്കര മൂടിയായിരിക്കും. ചിരിച്ചോണ്ട് എണീക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവരൊന്നും കരഞ്ഞുകൊണ്ട് എണീറ്റേക്കുന്നത്. ഞങ്ങളുടെ കേക്ക് കാണിച്ചു തരാവേ. ഇവൻ്റെ കൈ നോക്കണം, കണ്ടോ? ഇങ്ങനെ അവസ്ഥയിലായപ്പോൾ ഞാനത് നിർത്തി. ഇനി അതൊന്ന് എടുത്ത് നോക്കണം, ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ലൂക്കാച്ചൻ കൊണ്ട് അതിനകത്ത് കൊണ്ട് കൈയിടുവേ. നമുക്കിത് തൽക്കാലം ചൂടാ. നമുക്കിത് തൽക്കാലം ഇങ്ങോട്ട് എടുക്കാം. എന്തുവാ മുതലാളി, യൂട്യൂബ് മുതലാളി അവനറിയുന്നുണ്ടോ? കേക്ക് അവനെ എടുക്കാഞ്ഞിട്ടാ. സോ ഇതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കൊച്ചിന് ഇഷ്ടപ്പെട്ടോ? തുറന്നോ? തൊട്ട് നോക്കിക്കോ. കൊച്ചിന് തുറന്നോ? തുറന്ന പേടിയാ. ഇത് നമ്മുടെ പപ്പയുടെ ബർത്ത്ഡേക്കുള്ള കേക്കാ. അതാ ബർത്ത്ഡേ കേക്ക്. മാമൻ അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ലൈറ്ററാ വേണം. ഇതോ കണ്ടോ, രസമില്ലേ? മോൾ ഭാഗം കുറച്ച് കളയണം, എന്നിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ഇവരെ വെച്ച് എങ്ങനെ ലസാന ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. മുതലാളിക്ക് ലൈറ്ററാണ് ഇഷ്ടപ്പെട്ടത്, കണ്ടോ? നോ ലുക്കാച്ചിനോ. അവനറിയാതെ നമ്മൾ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതെന്ന്. സോ അവനത് എടുത്തിട്ട് കത്തിക്കാൻ വേണ്ടി കൊണ്ടുവരുക. ഞാൻ കത്തിക്കാൻ നേരത്ത് മാത്രം തീ വരുന്നില്ല, അമ്മയൊക്കെ കത്തിക്കാൻ നേരത്ത് തീ വരുന്നുണ്ടല്ലോ എന്നാണ് അവൻ ആലോചിക്കുന്നത്. നീ എന്താണ് കേക്ക് കൊളുത്താൻ പോവാണ്? ഇപ്പം കൊളുത്തണ്ട, നമുക്ക് വൈകിട്ട് കൊളുത്താം. ചിക്കൻ ഇനി ഇവനെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതറിയത്തില്ല എങ്ങനെ ഇരിക്കുന്നു. കേക്ക് ഉണ്ടായത് എന്തായാലും കാര്യമായി. ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി അടുത്ത ലസാനയുടെ പാർട്ടാണ് നോക്കേണ്ടത്. കേക്കാ, പപ്പയുടെ ബർത്ത്ഡേയുടെ കേക്കാ. കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടോ? എൻ്റെ കുഞ്ഞിന് ഇച്ചിരി തരാതെ. നോക്കട്ടെ, കുഞ്ഞിന് തരാം കുറച്ച്. ഇങ്ങനെയുണ്ടാ? കൊള്ളാല്ലേ? കൊള്ളാം കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നല്ല, നല്ലുണ്ട്. ചേച്ചിയുടെ പേര് വീനാസ് കറി വേൾഡ് ഹോട്ട് മിൽക്ക് കേക്ക്. കണ്ടോ? നമ്മുടെ ലസാനിക്ക് എക്സ്പ്രഷൻ കൊടുക്കുവോ? ഇനി എന്നാ നമുക്ക് നമുക്ക് ലസാനി ഉണ്ടാക്കാം. ഹലോ, അപ്പം നമ്മുടെ ലൂക്കാച്ചൻ എണീറ്റു. നമ്മൾ ലൂക്കാച്ചനെ കൊണ്ടാണ് ലസാനി ഉണ്ടാക്കാൻ പോകുന്നത്. ലൂക്കാച്ചൻ എന്നെ സഹായിക്കുന്നത് നിങ്ങൾക്ക് കാണണോ? എന്ത് അതാണ്, കണ്ടോ? ചീസൊക്കെ അവൻ വിടർത്തി ഇട്ട് തന്നിട്ടുണ്ട്. ഇനി എടുത്ത് അങ്ങ് വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ കവർ എവിടെയാടാ? കവർ ഇവിടെ ഉണ്ട്. ഭാഗ്യം, ഒരു ചീസൊക്കെ വലിച്ചെറിഞ്ഞു നേരത്തെ. യൂട്യൂബ് മുതലാളി എന്നെ ഉണ്ടാക്കുക. ഹലോ, നൈസ് ടു മീറ്റ് യു, വെൽക്കം ടു ഊട്ടി. ഹലോ.
എന്തുവാ നമുക്ക് എന്നെ ഉണ്ടാക്കണ്ട, ലസാന്യ ഉണ്ടാക്കാം. ആദ്യം ലസാന്യ ഉണ്ടാക്കുന്ന പാത്രം. കൊച്ചു പാത്രമൊക്കെ എടുത്ത് കേട്ടോ, താഴെ ഇടരുത് കേട്ടോ. ഇനി അതവിടെ വെച്ചോ. നമുക്ക് ഇതിനകത്തേക്ക് എന്തിടണ്ടേ? ഞാൻ അടുക്കളയുടെ ഇതിൻ്റെ മുകളിൽ കയറ്റി ഇരുത്തിയേക്കോ കേട്ടോ. ഞാൻ അവിടെ നിലത്ത് കൊണ്ടിരുത്തിയ 2 മിനിറ്റ് എൻ്റെ അടുത്ത് വന്നിട്ട് കരയാൻ തുടങ്ങും. അവനെ പിടിച്ചെൻ്റെ, പിന്നെ ഞാൻ അവനെ എടുത്തോണ്ട് വേണം പണിയെടുക്കാൻ. കൊച്ചു ലസാന്യ ഉണ്ടാക്കാൻ വേണ്ടി ചീസൊക്കെ ഇട്ടു കേട്ടോ. ഇതും കൂടെ എടുത്തിട്ട് ബ്രാവോ. ബ്രാവോ എന്ന് വെച്ചാൽ ഇറ്റാലിയനിൽ വെരി ഗുഡ് എന്നാണേ. ഇവൻ്റെ ഈ പണിക്ക് ഞാൻ ബ്രാവോ ഒന്നും അല്ല പറയേണ്ട, പിന്നെ പാവം. എന്ത് കണ്ടോ, എൻ്റെ ചീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. കുറച്ചപ്പറേ. എന്ത് പടാ നീ കാണിക്കുന്നത്? എടാ നമുക്ക് ഇട്ടിടാം. കൈ ഇടണ്ട കേട്ടോ, തണുക്കും. തണുത്തു. എങ്ങനെയുണ്ട്? അമ്മയ്ക്ക് അതെടുത്ത് പറക്കി തരരുത്. എൻ്റെ പുന്നാരയില്ല അവിടെ ഇരിക്കേ. എന്ത് കണ്ടോ? മതി. ഇനി അതെടുക്കാൻ നിന്നാൽ ഞാൻ അടുക്കളയിൽ നിന്ന് വാരേണ്ട വരും. വരുന്നു, ഇങ്ങോട്ട് വരരുത്. ബാ. ഓക്കെ, അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഞാൻ ഇവൻ എങ്ങനെയെങ്കിലൊന്ന് താഴെ ഇറക്കട്ടെ, കാരണം ഞാൻ ഇവൻ മുകളിൽ ഇരിക്കുന്നതുകൊണ്ട് സ്റ്റൗവും അവിടെ ഇട്ടേക്കുന്ന എല്ലാം മാറ്റിയിട്ടേക്കുക. ഈ സ്റ്റൗവൊക്കെ ഓൺ ആക്കണം. അങ്ങനെ ഞാൻ ലൂക്കച്ചനും കൂടെ ലസാന്യ ഉണ്ടാക്കാൻ പോവാണ്. എന്താവോ എന്തോ. കണ്ടോ, ചീസൊക്കെ ഇപ്പം 2 പീസാവും ഇവിടെ. യൂട്യൂബ് മുതലാളിനെ ഞാൻ കുറച്ച് പാലും കൊടുത്ത് അവിടെ ഇതുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് മുതലാളി. അയ്യടാ പാവം. കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ് വരും. ഞാനിപ്പം അടുപ്പിലുള്ള പണി, ഇവിടെയുള്ള പരിപാടി ആയതുകൊണ്ട് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവൻ ഇതിനകത്തൊക്കെ കൈയിടും. അതുകൊണ്ട് ഇപ്പം നൈസായിട്ട് അവൻ അവിടെ ഇട്ടേക്കുക. കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വരും. ഇരിക്കുന്നിടം സമയം ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ പാൻ ചൂടാക്കി മീൻ വേൽ നമ്മൾ ഇതൊക്കെ മാറ്റട്ടെ. ഒണിയനും ഗാർലിക്കും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഒണിയനും ഗാർലിക്കും കൂടി ഇടണം. എന്നിട്ട് ഞാനിതൊക്കെ കൊണ്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലിടട്ടെ. ഇതേ നമ്മുടെ കേക്ക് ഇരിക്കുന്ന ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് ലാസ്റ്റ് മിന്നു കൂടെ വന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ ബാക്കി ഡിസൈൻ പരിപാടിയൊക്കെ ചെയ്യുക. കാരണം ഇത് ഡിസൈൻ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ചൊരു എൻ്റെ പുത്രൻ ഇറങ്ങുന്നുണ്ടോ, ഇറങ്ങിയവൻ. അയ്യടാ ഇരിക്കും നോക്ക്. അതെന്തോ ലൂക്കാച്ചത്? ദൈവമേ പൊട്ടുവോ? നേരത്തെ ഒരു ബലൂൺ പൊട്ടിയിട്ട് ഇവിടെ ഭയങ്കര കാർച്ചയായിരുന്നു. വേണ്ട മറിക്ക്. നിനക്ക് ബലൂണിൻ്റെ പുറത്തേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കൊച്ചിനങ്ങ് ഇഷ്ടപ്പെട്ട്. അയ്യടാ ഓയ് തട്ടി. വലിയ ബലൂൺ എനിക്ക് പേടിയാ, ചിലപ്പം പൊട്ടുമായിരിക്കും. ഇവൻ 2 തട്ടിട്ടുമ്പോൾ അത് മിക്കവാറും പൊട്ടും. എൻ്റെ പാൻ ചൂടായിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത് ഏറ്റവും നല്ലത്. പക്ഷേ ഞങ്ങളുടെ ഈ ചായന് ഒലിവ് ഓയിൽ അലർജിയാണ്. അതുകൊണ്ട് ഞങ്ങൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അത് ചൂടാവട്ടെ. ഒന്ന് ചൂടായിട്ട് നമുക്ക് ഗാർലിക് ഇടാം. ലൂക്കാച്ചൻ ഇനി കുറച്ച് സമയം അവിടെ അത് വെച്ച് കളിക്കും. ആ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് എൻ്റെ അമ്മയെ കണ്ടു. അതെന്തുവാ? എന്തൊരു സമാധാനം. എന്താ അവിടെ ഇരിക്കട്ടെ, മൈൻഡാക്കണ്ട. മൈൻഡാക്കാതിരിക്കാം. ലസാന്യം തട്ടേ കയറത്തുള്ളൂ. ഓക്കെ, ഞാൻ ഈ കൊച്ചുള്ളതുകൊണ്ട് പെട്ടെന്നുള്ള പരിപാടിയാണ് കേട്ടോ.
അസൈസ് ഞാനൊരു കുക്കൊന്നും അല്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ കട്ട് ചെയ്തേക്കുന്നതിൻ്റെ നീളവും വ്യാപ്തിയും ഭംഗിയൊന്നും ആരും നോക്കണ്ട. ദിസ് ഈസ് നോട്ട് മൈ പ്രൊഫഷൻ. എൻ്റെ പ്രൊഫഷൻ വേറെതാണ്. ഓക്കേ, എത്തി. ഞാൻ പറഞ്ഞില്ലേ, അണ്ണാ പുത്രൻ ഇരിക്കുന്നുണ്ടോ? ഒരു സൽപുത്രൻ പിറന്നടാ മണ്ണിൽ. ടടാൻ ടടാൻ. എൻ്റെ സൽപുത്രൻ. എന്തുവാ ലൂക്കാച്ചി ചെയ്യുന്നേ? ലൂക്കാച്ചി എന്തുവാ ചെയ്യുന്നേ? താങ്ക് യു. അമ്മയ്ക്ക് തന്നോ? അത് നമ്മുടെ പപ്പയുടെ ഗിഫ്റ്റാ. വാവ്. എന്തുവാ? എൻ്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ എടുത്തോണ്ടിരിക്കും അമ്മ. അയ്യോടെ ചട്ടിച്ചേനെ കൊച്ചിനെ, അച്ഛനെ കൊച്ചിനെ. ഞാനാണെങ്കിൽ അതിനകത്തേക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടു കേട്ടോ. കാരണം യൂട്യൂബ് മുതലാളി എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്കാണെങ്കിൽ അന്ന് കാണിക്കാൻ പറ്റിയില്ല. അത് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ഇനി അതൊന്ന് കുറച്ച് ബോയിലായിട്ട് വരുമ്പം അതിനകത്തേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് ഇടും. ടൊമാറ്റോ സോസ് ഇട്ടതിന് ശേഷം ഇതിൽ കുറച്ച് ഒറിഗാനോയും കൂടി ഇടണം. എന്നിട്ട് എന്ത് കഴിഞ്ഞിട്ട് നമുക്കത് മാറ്റി വെക്കാം. ഓക്കേ, അപ്പോൾ അത് ബോയിലാവട്ടെ. ഇവൻ എൻ്റെ കയ്യിലിരിക്കുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ബോയിലായിട്ട് കാണാം. തവിയൊക്കെ എടുത്ത് എൻ്റെ വായി തിരികെ തരും. വെജിറ്റബിൾസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലൂക്കാച്ചൻ അവിടെ തവി വെച്ച് കളിക്കുക. തവി സ്പൂണും വെച്ച് കളിക്കുക. മറ്റൊരു റീല് കണ്ടാൽ പറയത്തില്ലേ, നമ്മൾ വേറെ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിച്ചാൽ അത് മൊത്തം നിറച്ചു അവൻ്റെ കളിപ്പാട്ടോ. പക്ഷെ അതൊന്നും അവന് വേണ്ട. അവനൊരു സ്പൂണും തവി അങ്ങനെയുള്ളത്. നിങ്ങളുടെയും കുട്ടികൾ ഇങ്ങനെയാണോ? ഓക്കെ, ഐ വിൽ ഷോ യു സംതിങ്. നമ്മൾ ഇവിടെ ഇറ്റലി ഭയങ്കര പാസ്ത ആണ് ഇവരുടെ മെയിൻ ഫുഡ്. അപ്പം അതുകൊണ്ട് അവർ പലതരത്തിലുള്ള പാസ്തയിൽ ഒഴിക്കാനുള്ള സാധനങ്ങൾ ഇവർക്കുണ്ട്. ചില ഇതുണ്ട്, പസാത്ത വിത്ത് ബേസിൽ, ടൊമാറ്റോ വിത്ത് ബേസിൽ ഉള്ളതാണ്. കൂടാതെ സൂഗോ എന്ന് പറഞ്ഞ വേറെ സാധനങ്ങളൊക്കെ ഉണ്ട് പാസ്തയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. സൂഗൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, സൂഗ അല്ല ബൊളോനേസി എന്നൊക്കെ പറയുന്നത് വൈനിലൊക്കെ വെച്ചിട്ടാണ്. മീറ്റ്, ടൊമാറ്റോ പിന്നെ വൈൻ ഒഴിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും, അതിലുള്ളത് കിട്ടും. ഇത് ടൊമാറ്റോ വിത്ത് ബേസിൽ. പിന്നെ വേറെയും ഉണ്ട്. ഇതൊക്കെ വേറെ കുറേ ഇങ്ങനെ പോൾട്ടോറോന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ കിട്ടും ഇവിടെ. ഇവരുടെ മെയിൻ കോഴ്സ് പാസ്ത ആയതുകൊണ്ട് അതിനകത്തിടാനുള്ള ഒത്തിരി സാധനങ്ങൾ ഇവർക്കുണ്ട്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ചൂടായിട്ട് വരുമ്പം അതിനകത്തേക്ക് ഈ സാധനം കൂടെ ഒഴിച്ചാൽ മതി. ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചാൽ മതി. പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടിയൊക്കെ ഇട്ട് കുറച്ചൊരു ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് നമ്മൾ ഇന്ത്യൻ സ്റ്റൈൽ ലസാനിയാണ് കേട്ടോ. ഇറ്റാലിയൻ ലസാനിയല്ല, ഇന്ത്യൻ സ്റ്റൈൽ ലസാനിയ. ഇനി നമുക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണമെന്ന് പറഞ്ഞ പോലെ എനിക്ക് കുറച്ച് എരിവും പുളിയൊക്കെ വേണം. എന്ത് ലസാനിയാണെങ്കിലും ശരി. സോ ദിസ് ഇസ് ഇന്ത്യൻ സ്റ്റൈൽ ലസാനിയ. എൻ്റെ ലൂക്കാച്ചൻ വേണ്ട വരും. ഇല്ലല്ലല്ല, ഷാജി പാപ്പ വരുന്ന മാതിരി ഒരു കാലം വെച്ച് വരുന്നുണ്ട്. 2 മിനിറ്റ് നിലത്തോടെ ഇരിക്കും. ഇതെന്തുവാ അത്? ഇത്രയും നാളുണ്ടാക്കിയ കറിയുടെ ടേസ്റ്റൊക്കെ ചിലപ്പോൾ അതിനകത്ത് അവന് കിട്ടുമായിരിക്കും. എന്താ താഴെ കിടക്കുന്നത്? കുട്ടികളുള്ളത് കൊണ്ട് നമ്മൾ താഴെ എന്ത് കിടന്നാലും മാറ്റണം. കാരണം ഇവരെല്ലാം എടുത്ത് വായിലോട്ടേക്ക് ഇടും. ഇവരങ്ങനെയാണ് ഓരോ സാധനങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
അതിൻ്റെ ടെക്സ്ചറൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന അവരത് വായിലോട്ടേക്ക് എടുത്തിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ലേൽ, ഞാൻ നേരത്തെ നോക്കുമ്പോൾ എൻ്റെ കമ്മലെടുത്ത് വായിക്കകത്തേക്ക് ഇട്ടേക്കുന്ന. ഭയങ്കര പണിയാണ്. ഈ ടൈലിനൊക്കെ ഉറപ്പുണ്ടോ എന്ന് നോക്കിയതാ. ആ ആ ആ ആ ആ എന്തോ പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഈ സാധനം ഇവിടുന്ന് മാറ്റട്ടെ. നേരത്തെ ഇവനാണെങ്കിൽ ചാർജർ പിടിക്കാൻ പോയി. അപ്പം ഞാൻ നൈസായിട്ട് ചാർജർ മാറ്റിയിട്ട് വള്ളി മാത്രം കൊടുക്കും. ഇനി അവൻ്റെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്ന സമയത്ത് വള്ളി എടുത്ത് മാറ്റണം. എന്തെല്ലാം പണികളാണ് ഒരു കൊച്ചിനെ നോക്കിക്കൊണ്ട് വരുത്തുന്നു. ഇതാ അമ്മയ്ക്കിതാ നല്ല കുട്ടിയില്ല അമ്മയ്ക്കിതാ. നേരത്തെ ഇവൻ വലിച്ചെറിഞ്ഞ് അവൻ നേരത്തെ കുറേ ആ വെജിറ്റബിൾ മിക്സ് വലിച്ചെറിഞ്ഞില്ലേ, എന്നാലത്ത് വലിയ പീസസൊക്കെ ഞാനെടുത്ത് മാറ്റി. കഴിഞ്ഞു, എൻ്റെ ടൈം കഴിഞ്ഞു ഗൈസ്. പോരെ 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 ചക്കര പോരെ വാ. എന്തോ ഇനി അവൻ്റെ ടൈം കഴിഞ്ഞു, ഇനി അവൻ്റെ അമ്മേനെ വേണം. പിന്നെ വേണം എന്നോട് ഗ്രിപ്പ് കിട്ടുന്നില്ലേ നിനക്ക്? ഇതിന് കാലങ്ങ് പൊതിച്ച് വെക്കാത്ത തിന്നുന്നുണ്ടോ? ഇത് ഇടയ്ക്കിരിക്കുന്നോണ്ടായിരുന്നോ പറ്റാത്ത? ഭയങ്കര പണിയാ. ഓ എന്നല്ലോ കച്ച് എടുക്കാനാ? ഞാൻ എടുക്കട്ടെ. അമ്മ എടുക്കാം. ഓ നമ്മളെന്നല്ലോ കച്ച് ചെയ്യുന്നേ. തുറന്നു അടച്ചിട്ട് പുള്ളിക്ക് എല്ലാ സാധനവും നിലത്ത് കിടക്കും. ഇപ്പൊ എന്താ ചെയ്യുന്നേ? നമ്മളെന്നല്ലോ കഴിച്ച് കുക്ക് ചെയ്യുന്നേ. നമ്മളെന്നെ കുക്ക് ചെയ്യുന്നേ. അതോ 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 ചൂട് ഇത് വേണ്ട, നമുക്ക് വേറെ നമുക്ക് ഇളക്കാണ. അയ്യോ അതിന് കൊച്ചു ഇളക്കുവാണോ? ഇതൊക്കെ ഇളക്കുന്നു. വെരി ഗുഡ്. തവേ കൊണ്ട് കൈ വെക്കും. എടാ അതൊരു ചൂടാടാ. കൊണ്ടേക്കോ, ഇത് പണിയായത് കൊണ്ട് പോ. ഇനി ആ സാധനം ഇട്ട് ഇതിനകത്ത് ഇളക്കാൻ വരരുത് കേട്ടോ. എന്റെ അമ്മ തീർത്തില്ല. വേണ്ട വേണ്ട, സേവനം വേണ്ട. താങ്കളുടെ സേവനം ഞങ്ങൾ നിർത്തി വെച്ചിരിക്കും. കച്ചിയുടെ പണി ഇവിടെ വേണ്ട. ചൂടില്ല. ഞാൻ കാണിച്ച മാതിരി ദേ വായിലോട്ട് എടുത്തിട്ട് വന്നു. കച്ചിതേ എനിക്ക് എന്നെ തലമണ്ടയ്ക്ക് അടിക്കില്ലേ? താങ്ക് യു. ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ ഒരു പണി കിട്ടി. എന്നാന്ന് വെച്ചാൽ ഞാൻ ആ വെജിറ്റബിൾസ് അപ്പത്തേനും അതിനകത്താണെങ്കിൽ പൊട്ടറ്റ് വെച്ചാൽ അലർജിയാണ്. അതുകൊണ്ട് ഞാനൊരു കൊച്ചനും കൂടെ വേറെ ഐറ്റം ഉണ്ടാക്കാൻ പോവാ. ഞങ്ങൾ വീണ്ടും പാൻ വെച്ചിരിക്കുന്നു, വീണ്ടും അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പം നേരത്തെ അതേ പ്രൊസീജിയർ തന്നെ. അത്ര എത്തിയിട്ട് ബാക്കി എടുക്കാം. ഞാനാണെങ്കിൽ ഇനി നേരത്തെ ഉണ്ടാക്കിയ രീതിയിലല്ല ഉണ്ടാക്കുന്നത്. ഞാൻ ഉള്ളി വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഞാൻ ഈ ടൊമാറ്റോ സോസും ഒറിഗാനോ ഇട്ടിട്ട് അത് കുക്ക് ചെയ്ത് വെക്കും. പിന്നെ ഞാനാണെങ്കിൽ ബ്രിഞ്ചോളും വഴുതനങ്ങയും സുക്കീനയും കൂടെ നീളത്തിലരിഞ്ഞിട്ട്
പാസ്തയുടെ ഷീറ്റ് വെക്കുന്ന മാതിരി നീളത്തിൽ അങ്ങ് വെച്ച് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാം. ഓവനിൽ വെച്ച് എല്ലാം കൂടെ ഒരുമിച്ച് ഓവനിൽ വെച്ചെടുക്കാൻ പോവാം. കാരണം ഈ മിക്സ് വെജിറ്റബിൾസിനകത്ത് പൊട്ടറ്റോ ഉണ്ട്. പൊട്ടറ്റോ വെച്ചാണ് അലർജിയാണ്. അപ്പം അതുകൊണ്ടത് പറ്റത്തില്ല. നല്ലൊരു പറ്റത്തില്ല. സോ അതുകൊണ്ട് ഞങ്ങൾ പുതുസാ സ്റ്റാർട്ട് പണിയിട്ട് ഇതെല്ലാം പണിയായിട്ടുണ്ടല്ലോ. ഇങ്ങനെ വെച്ച് ഒരുവിധം കുക്ക് ചെയ്ത് വന്നിട്ടാണ് അതിനകത്ത് പൊട്ടറ്റോ ഉള്ളത്. ഇത് ചെയ്യാനാ അമ്മ? നമ്മൾ വീണ്ടും ഉണ്ടാക്കുക. നമുക്ക് വീണ്ടും തുടങ്ങാം. ചിരിക്കുന്നത് അമ്മയ്ക്ക് പണി കിട്ടുമ്പോൾ നിനക്ക് ചിരിയല്ലടാ. ഇതോ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഇവരാണെങ്കിൽ ഈ പാസ്തയുടെ ഷീറ്റിന് പകരം അവരാണെങ്കിൽ ബ്രിഞ്ചോൾ, അതായത് ഇവിടെ മെലൻസാന എന്നാണ് പറയുന്നത്. ബ്രിഞ്ചോളിന് മെലൻസാന എന്ന് പറയും. അപ്പോൾ വഴുതനങ്ങ അത് നേരെ കട്ട് ചെയ്തിട്ട് ഈ ഷീറ്റിന് പകരം അത് വെച്ചിട്ട് ലസാന ഉണ്ടാക്കും. എനിക്കൊരു പണി വരുന്നുണ്ട്. അതിൻ്റെ ചിരി അവൻ്റെ മുഖത്ത്. അവരാ കബോർഡ് തുറന്നു. അവരുടെ അച്ഛ പണി വരുന്നുണ്ട്. അതിലെ സാധനം മൊത്തം എടുത്ത് താഴെ ഇടാനാണ് ആശാന്. തരമാട്ടെ വിടമാട്ടെ ഉന്നയിനാനേ. അങ്ങനെ പിന്നെ തുറക്കാൻ സമ്മതിക്കത്തില്ല. കൊക്കും ജീവനോട് ഞാൻ സമ്മതിക്കത്തില്ല. ഒന്നാമത് ഞാനിവിടെ പണി കിട്ടിയിട്ട് രണ്ടാമത് ചെയ്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇനി അതും കൂടെ ഞാൻ ക്ലീൻ ചെയ്യണോ? അതേട്ടാ കൊച്ചിന്റെ വിചാരം വീഡിയോയിൽ ആരും വിളിക്കുന്നുണ്ടെന്നാ കേട്ടോ. എന്തുവാ നമുക്ക് ആക്ച്വലി ഇതാണ് കുറച്ചുകൂടെ സിമ്പിള്. മറ്റേ ഈ വെജിറ്റബിൾസ് ഒക്കെ വേവിക്കുന്നതിനേക്കാളും നമുക്ക് വെജിറ്റബിൾസ് അങ്ങോട്ട് അരിഞ്ഞിട്ട് അങ്ങ് വെച്ചാൽ മതിയല്ലോ. ആൻഡ് ഈ ഫ്രോസൺ ഒന്ന് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ല നമ്മൾ ഫ്രഷ് സാധനം ഉപയോഗിക്കുന്ന. ഞാൻ പിന്നെ രാത്രിയിൽ സൂപ്പാണ് ഞാൻ പുതിയത് തുടങ്ങിയതാണ്. എൻ്റെ ബർത്ത്ഡേ റെസൊല്യൂഷനാണ് ഞാൻ ഇനി മുതൽ രാത്രി സൂപ്പാണ്. അപ്പോൾ എനിക്ക് സൂപ്പ് ഉണ്ടാക്കാൻ എളുപ്പത്തിനാണ്. അപ്പോൾ ഈ കൊച്ചുങ്ങളൊക്കെ ഉള്ളപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് കുക്കിങ് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണോ? ഒരു കയ്യിൽ കൊച്ചും ഒരു കയ്യിൽ തവിയുക. സോ കുക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ കഴിവതും എളുപ്പപ്പണികൾ നോക്കും. അങ്ങനെ നോക്കി എളുപ്പപ്പണിയാണ് ഫ്രോസൺ. പക്ഷെ അത് എനിക്കൊരു പണി തന്നു. ആമത് വന്നത് അത്ര മതി. ആ എളുപ്പപ്പണി എനിക്കൊരു പണി വന്ന് കിട്ടുക. നമുക്ക് ഒരു പസാത്തയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. ആണ് ഒരെണ്ണം കൂടി ഒഴിക്കുക. ബിക്കോസ് ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ ഞങ്ങളുടെ നെയ്ബേഴ്സ് മലയാളീസാണ്. അപ്പം അവിടെ മിന്നു സെജിനുണ്ട്. അപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട് അവർക്കും കൂടെ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഒരെണ്ണം കൂടി ഒഴിക്കുക. ഞാൻ 2 ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഒരെണ്ണം അവർക്കും കൂടെ വേണ്ടി ഉണ്ടാക്കും. അപ്പോൾ അറിയത്തില്ല, മിന്നുവിന് ചിലപ്പോഴേ കഴിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ 2 ഉണ്ടാക്കുന്നത്. ഓക്കെ. Fast. എന്തിനാണ് ഇപ്പൊ കൈ കൊട്ടുന്നത്?
കഴിഞ്ഞ ഫോണൊന്ന് താഴെ പോയി. ഇതോ ഇനി ഇതിനെ കുറച്ചൊന്ന് വേവിച്ചിട്ട് ഇതിനകത്ത് ഇച്ചിരി ഒറിഗാനോയും കൂടി ഇടണം. അമ്മേ, അവൻ എൻ്റെ കബോർഡ് തുറന്നു. എൻ്റെ കബോർഡ് തുറന്നു. അതിനകത്താണ് എണ്ണയൊക്കെ ഇരിക്കുന്നത്. നമുക്ക് പപ്പ വരുമ്പോഴത്തേനും പപ്പയ്ക്ക് ലസാന്യ ഉണ്ടാക്കണം, ചിക്കനൊക്കെ ഉണ്ടാക്കണ്ടേ. കൊച്ചു നന്നായിട്ട് ഇരുന്നല്ലേ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ പറ്റൂ. നീ നന്നായിട്ട് ഇരിക്കരുത് കേട്ടോ. അവസാനം ബാക്കി നമുക്ക് അപ്പ വരുമ്പോ അപ്പനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം. കത്തി തരൂല ലുക്കാച്ച, കത്തി ഡേഞ്ചറസ്. ഇത് കൊച്ചുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. കത്തിയെ കൈ മുറിയും, അതുകൊണ്ട് പറ്റത്തില്ല. കൊച്ചിന്റെ കൈ മുറിയത്തില്ലായോ? എന്റെ കുഞ്ഞിന്റെ കൈ മുറിയില്ലേ? ഞാൻ ഇതിനെ കൊണ്ട് കുക്കിങ്ങിനെ എടുത്ത് പിടിച്ചാണല്ലോ കുഴപ്പം. ഇതിനെ കൊണ്ട് ഹലോ, ഞാൻ എൻ്റെ ഇച്ചാനുള്ള ലവ് ലെറ്റർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചായൻ്റെ ബർത്ത്ഡേ കാർഡാണ്. ഇച്ചായൻ ഓൾറെഡി ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ലൂക്കാച്ചൻ്റെ യഥാർത്ഥ സഹകരണം കാരണം ഒരു പണിയും നടന്നിട്ടില്ല. സോ ഞങ്ങൾ വിചാരിച്ചു ഗിഫ്റ്റ് ഒളിപ്പിക്കാം, ഡെക്കറേഷൻ ചെയ്യാം. ബാക്കി ഇച്ചായ വന്നിട്ട് 8 മണിക്കത്തെ കുർബാന. ഇതാണ് എൻ്റെ സഹകരണം. ഇതാണ് എൻ്റെ കൊച്ചിൻ്റെ സഹകരണം. എൻ്റെ അമ്മയെ വിളിച്ചോണ്ട് പോകുന്നത്. സോ ഇച്ചായ വന്നിട്ട് 8 മണിക്ക് കുർബാനയ്ക്ക് ഇവരെ കൊണ്ട് പോകാനാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ബാക്കി കുക്കിംഗ് ചെയ്യാം. സോ അപ്പം ഞങ്ങൾ ഗിഫ്റ്റൊക്കെ ഒളിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. എന്തൊക്കെയാണ് ഗിഫ്റ്റ് എന്നുള്ളത് ഇച്ചായ വന്ന് ഗിഫ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് കാണാം. ഓക്കേ, ഇച്ചായ ഓൾറെഡി എത്തി. ഇന്ന് ആശ്വനസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ലൂക്കാച്ചിനെ ആട്ടോ നോക്കുന്നത്. ഇന്ന് ആശ്വനസ് ഡേ ആയതുകൊണ്ട് പുള്ളി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് കയറിയിട്ട് വരുവാണ്. ഞാൻ പറഞ്ഞു ചേനോട് വരെടുത്തത്, കാരണം ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഇത് ഇറ്റാലിയനിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതാണ്. ബോൺ കോംപ്ലിയാനോ കേട്ടോ. ഇത് ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്ത് തൂക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിത് പോയി ഗേറ്റിൻ്റെ പുറത്ത് തൂക്കിയിട്ട് കാണിച്ചു തരാം. കാരണം ലൂക്കാച്ചനെ എടുത്തുകൊണ്ട് പോയി വീഡിയോ എടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഞങ്ങൾ ഗേറ്റിൻ്റെ പുറത്ത് ഇത് തൂക്കിയിട്ട് കാണിച്ചു തരാം. ഹലോ, അങ്ങനെ ഞങ്ങൾ പുറത്ത് കൊണ്ട് എല്ലാം തൂക്കിയിട്ടു കാണിച്ചു തരാം. ബോൺ കോംപ്ലിയാനോ. ഓക്കെ, ഇനി നമുക്ക് അകത്ത് പോയിട്ട് ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് ഞങ്ങളുടെ വണ്ടിക്കകത്ത് കേട്ടോ. ഇതിനകത്തൊരു ഗിഫ്റ്റ് ഇരിപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഡായിക്കുട്ടൻ. ഹലോ, ഞാനാണെങ്കിൽ ഇതിൻ്റെ ബാക്കി, അതായത് ഇച്ചാൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുള്ളതും ഇച്ചാൻ ഗിഫ്റ്റ് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇച്ചാന് ക്ലൂ കൊടുത്തിട്ട് അത് കണ്ടുപിടിക്കുന്നതും ഇച്ചാൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അടുത്ത പാട്ടായിട്ടാണ് ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓൾറെഡി 1 hour വീഡിയോ ആയി, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പാട്ട് കാണാം. ബൈ, ടേക്ക് കെയർ.